PK ലേണിംഗ്സിന്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഒരു ബ്ലാങ്കറ്റ് പോലെ ഈ ഗ്യാസസ് ഒരു ലെയർ ആയിട്ട് നമ്മുടെ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അന്തരീക്ഷം? ഭൂമിയുടെ അന്തരീക്ഷം ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിൽ വ്യാപിച്ചു കിടക്കുന്ന വാതക പാളിയെയാണ്, ആ ഒരു ഗ്യാസിന്റെ ലെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭൂമിയുടെ ഉപരിതലത്തിന് സർഫസിന് മുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ആ ഗ്യാസിന്റെ ലെയറിനെയാണ് നമ്മൾ അന്തരീക്ഷം എന്ന് വിളിക്കുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമാണ്. അപ്പൊ ഈ ഗ്യാസ് എന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്? ഈ ഗ്യാസസ് എങ്ങനെയാ ഒരു ലെയർ ആയിട്ട് അവിടെ നിൽക്കുന്നത്? ഓഫ് കോഴ്സ് നമുക്കറിയാം, ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ ഇങ്ങനെ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് പോകും അല്ലെ. അപ്പൊ ഈ ഒരു ഗുരുത്വാകർഷണ ബലമാണ് ഇങ്ങനെ ഈ ഒരു ലെയർ ആയിട്ട് ഗ്യാസസിനെ അവിടെ നിൽക്കാനായിട്ട് സഹായിക്കുന്നത്. അന്തരീക്ഷത്തെ പിടിച്ചു നിർത്തുന്നത് ആരാണ്? ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമാണ്. ഇനി അന്തരീക്ഷത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, അന്തരീക്ഷത്തിലേക്ക് അതായത് ഈ അറ്റ്മോസ്ഫിയറിന് കുറച്ച് കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഫാക്ടേഴ്സ് എന്ന് നോക്കാം. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള വാതകങ്ങൾ. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, ഈ ബ്ലാങ്കറ്റ് എന്ന് പറയുന്ന ഒരു ലെയർ പോലെ, വാതകങ്ങളുടെ ഒരു ലെയർ പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഘടകം ഒന്നാമത്തേന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഈ വാതകങ്ങൾ തന്നെയാണ്, വിവിധ തരത്തിലുള്ള വാതകങ്ങളാണ്. രണ്ടാമത്തേത് വാട്ടർ വേപ്പർ, ജലബാഷ്പം അല്ലെ, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ജലബാഷ്പമാണ് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഘടകമാണ് പൊടിപടലങ്ങൾ, ഡസ്റ്റ് പാർട്ടിക്കിൾസ്. അങ്ങനെ ഈ 3 ഫാക്ടേഴ്സ് ആണ് നമ്മുടെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ആകെ അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും 29 കിലോമീറ്റർ ഉയരാണ്. അപ്പൊ ഭൗമോപരിതലത്തിൽ ആകെ അന്തരീക്ഷ വായുവിന്റെ എത്ര ശതമാനമാണ്? 97% സ്ഥിതി ചെയ്യുന്നത്. അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ആ ഭൗമോപരിതൽ, എർത്തിന്റെ സർഫസിൽ നിന്നും ഏകദേശം 29 കിലോമീറ്റർ ഉയരെ വരെയാണ്. ആ 29 കിലോമീറ്റർ ഉയരെ വരെ ഇതിലുള്ളൂ. അപ്പോൾ ഉള്ളൂ എന്ന് വെച്ചാൽ 97% അത് അവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ അന്തരീക്ഷത്തിന്റെ ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. ഇനി അന്തരീക്ഷത്തിലെ വാതകം, അപ്പൊ നമ്മൾ ഫാക്ടേഴ്സിൽ ഫസ്റ്റ് പറഞ്ഞത് ഗ്യാസസ് ആയിരുന്നു അല്ലെ, ആ വിവിധ തരത്തിലുള്ള വാതകങ്ങൾ ഏതെന്നുള്ളത് നമുക്ക് നോക്കാം. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളുടെ 99% ഏത് തന്നെയാണ്? അതായത് അന്തരീക്ഷത്തിൽ ഏറ്റവും അടങ്ങിയിരിക്കുന്ന വാതകം നമുക്കറിയാം, അത് നൈട്രജൻ ആണ്. അത് എത്ര ശതമാനമാണ്? 78%. നൈട്രജൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഓക്സിജൻ, അത് 21%. ഈ ചെറിയ അളവിൽ, അതായത് 1% അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് വാതകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർഗൺ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നിയോൺ ഉണ്ട്, ഹീലിയം ഉണ്ട്, ഹൈഡ്രജൻ. ഇതെല്ലാം ഈ ബാക്കി 1% ഈ വരുന്ന വാതകങ്ങൾ, ഈ വരുന്ന ഗ്യാസസ് വരുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം പെർസെൻറ്റേജിൽ നോക്കിക്കേ, 78% നൈട്രജനും 21% ഓക്സിജനും, ഈ 1% ആർഗൺ, പിന്നെ അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സെനോൺ, ഹൈഡ്രജൻ. ഈ ബാക്കി ഗ്യാസസുകളെല്ലാം ഈ ഒരു 1% മാത്രമാണ് ഉള്ളത്. ഇനി നമുക്ക് പല എക്സാമുകൾക്കും ഇതിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ഓർഡർ എങ്ങനെയാണ്, അന്തരീക്ഷത്തിൽ സജീവമായിട്ടുള്ള വാതകങ്ങളുടെ ഓർഡർ എങ്ങനെയാണ്, ഇത് പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നൈട്രജൻ എന്ന് പറയുന്നത് 78%, നമ്മൾ റൗണ്ട് പറഞ്ഞു, 78.08% ആണ് വരുന്നത്. ഓക്സിജൻ ആണെങ്കിൽ 20.95, പക്ഷെ നമ്മൾ 21% ഇവിടെ പറഞ്ഞത്, 20.95. ആർഗൺ ആണെങ്കിൽ എത്രയാണ്? 0.93% ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ 0.03%, 0.036%. നിയോൺ ആണെങ്കിലോ 0.002 ആണ്. ഹീലിയം ആണെങ്കിൽ 0.0005% ആണ്. ക്രിപ്റ്റോൺ ആണെങ്കിൽ 0.001. ഇതൊക്കെ വരുമ്പോഴത്തേക്കും എന്താ കുറഞ്ഞു വരുവാണ്. ഏറ്റവും കൂടുതൽ വരുന്നത് എന്ത് തന്നെയാണ്? നൈട്രജൻ, 78%. സിലോൺ എന്ന് പറയുന്നത് 0.00009%. ഹൈഡ്രജൻ ആണെങ്കിൽ 0.00005% ആണ്. അപ്പൊ ഇത് ഓർഡർ ഓർത്ത് വെച്ചിരിക്കാൻ ചിലപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് നോ എ സി, അതായത് നൈട്രജൻ, ഓക്സിജൻ, നോ. AC എന്ന് പറയുന്നത് ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ നിയോൺ, ഹീലിയം, നോ AC ഓൺ NH എന്നൊക്കെ ചെറിയ രീതിയിൽ കോഡ് പറയാറുണ്ട് കേട്ടോ. NH എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഏതാ പറയുന്നത്? NH എന്ന് പറയുമ്പോൾ നിയോണും
ഹീലിയം. അത് ഹൈഡ്രജൻ അല്ല, ശ്രദ്ധിച്ചോണം, നിയോണും ഹീലിയമാണ്. ഇത്രയും വരെ കിട്ടാനുണ്ട്. ഇത് ഇത്രയും ഒരു ഓർഡറിൽ എക്സാമുകൾക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, ഏറ്റവും കൂടുതൽ വരുന്നത് 78.08%. ടോട്ടൽ റൗണ്ട് ആയിട്ട് 78% നമുക്ക് ഏതിനെ പറയാം? നൈട്രജനെ നമുക്ക് പറയാൻ പറ്റും. ഇതാണ് അന്തരീക്ഷത്തിലുള്ള വായുവിന്റെ ആ ഒരു പെർസെൻറ്റേജിൽ നമ്മൾ നോക്കിയത്. അന്തരീക്ഷത്തിൽ ഉയരത്തിലേക്ക് പോകുന്തോറും വാതകങ്ങളുടെ അനുപാതത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ഉയരത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു വാതകങ്ങളുടെ അനുപാതത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസം, പ്രപ്പോർഷനിൽ വ്യത്യാസം വരുന്നുണ്ട്. ഉയരം കൂടുമ്പോൾ ഓക്സിജന്റെ അളവ് ക്രമേണ കുറയുന്നു. നമുക്കറിയാം, ഈ മൗണ്ട് എവറസ്റ്റ് പോലെയുള്ള വലിയ മൗണ്ടൻ പീക്കുകൾ കയറുന്നവർ എന്ത് കൊണ്ടുപോകാറുണ്ട്? ഓക്സിജൻ സിലിണ്ടറൊക്കെ കൊണ്ടുപോകാന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് അവിടെ എത്തുമ്പോൾ ഈ ഉയരം കൂടുമ്പോഴും തോറും ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഉയരത്തിലേക്ക് പോകും തോറും ഗ്യാസസ് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ അനുപാതത്തിൽ വ്യത്യാസം വന്ന് കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത്. ഏകദേശം 120 കിലോമീറ്റർ എത്തുമ്പോഴേക്കും ഓക്സിജൻ വളരെ നിസാരമായ അളവിൽ മാത്രമായി തീരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു 120 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഉയരം 120 കിലോമീറ്റർ എത്തുമ്പോൾ തന്നെ പിന്നെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്. നിസാരമായിട്ടുള്ള അളവിലാണ് കുറഞ്ഞു വരുന്നത്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പവും ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ ഉയരം വരെ മാത്രമേ അന്തരീക്ഷത്തിലുള്ളൂ. എത്ര കിലോമീറ്റർ ആണ്? 90 കിലോമീറ്റർ വരെ. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പവും. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും ഭൗമോപരിതലത്തിൽ എർത്തിന്റെ സർഫസിൽ നിന്നും എത്ര കിലോമീറ്റർ? 90 കിലോമീറ്റർ ഉയരം വരെ മാത്രമേ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടാറുള്ളൂ. അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്തതാണ് വാട്ടർ വേപ്പർ. അപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യുവൻസിൽ വാതകങ്ങൾ കഴിഞ്ഞു, അല്ലെങ്കിൽ ഗ്യാസസ് കഴിഞ്ഞു. അടുത്തത് വാട്ടർ വേപ്പർ, ജലബാഷ്പത്തിലേക്കാണ് പോകുന്നത്. തുടർച്ചയായ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷ ഘടകമാണ് ജലബാഷ്പം എന്ന് പറയുന്നത്. തുടർച്ചയായിട്ട് അതിന് ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. സ്ഥലം, കാലാവസ്ഥ, ഉയരം എന്നിവയെ ആശ്രയിച്ചാണ് ജലബാഷ്പത്തിന്റെ അളവ് മാറുന്നത്. ഏത് സ്ഥലത്തിലാണ്, ഏത് കാലാവസ്ഥയിലാണ്, ഏത് ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നനുസരിച്ചിട്ടാണ് ആ വാട്ടർ വേപ്പറിൽ ചേഞ്ച് വരുന്നത്. ഉയരത്തിലേക്ക് പോകുന്തോറും വായുവിലുള്ള ജലബാഷ്പത്തിന്റെ അളവ് കുറയുന്നുണ്ട്. അതായത് ഉയരം ചെല്ലുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് വാതകങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ്, ഉയരം കൂടുന്തോറും എല്ലാം കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത്, അല്ലെ? ഈ ഒരു വാട്ടർ വേപ്പറിന്റെ കേസിലാണെങ്കിലും നമ്മൾ അതുപോലെയാണ്. ഉയരം കൂടുന്തോറും, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്തോറും എന്തും കുറയുന്നുണ്ട്? വാട്ടർ വേപ്പറും കുറയുന്നുണ്ട്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വായുവിൽ ഏകദേശം 4% വരെ ജലബാഷ്പം കാണാം. എന്നാൽ വരണ്ട മരുഭൂമികളിൽ, തണുത്ത പ്രദേശങ്ങളിൽ ഇത് 1% വരെ മാത്രമാണ്. നമ്മൾ വിചാരിക്കും പിന്നെന്താ, തണുത്ത പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ജലബാഷ്പം കാണും എന്നുള്ളത്. അതായത് പോളാർ റീജിയനിലൊക്കെ അല്ലെ, ധ്രുവ പ്രദേശങ്ങളിലൊക്കെ ഇഷ്ടമാതിരി ജലബാഷ്പം കാണുമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല. ഈ ഏറ്റവും കൂടുതൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് വായുവിൽ ഏകദേശം 4% വരെ ജലബാഷ്പം കാണുന്നത്. പക്ഷേ നമ്മൾ തണുത്ത പ്രദേശങ്ങളിലൊക്കെ 1% താഴെയാണ്. അതായത് അവിടെ ഇവാപൊറേഷൻ എന്ന് പറയുന്ന കാര്യം നടക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ വാട്ടർ വേപ്പർ വളരെ കുറവായിരിക്കും അന്തരീക്ഷത്തിൽ. ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്. ഓഫ് കോഴ്സ് അല്ലെ, ഭൂമധ്യരേഖയിലാണ് ഏറ്റവും കൂടുതൽ സൺറൈസ് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് കൂടുന്നുണ്ട്? ജലബാഷ്പത്തിന്റെ അളവ് കൂടും. അവിടെ നിന്ന് നമ്മൾ പോളാർ റീജിയനിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ജലബാഷ്പത്തിന്റെ അളവ് ഡിക്രീസ് ചെയ്യുവാണ്, കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത്. ജലബാഷ്പം സൂര്യനിൽ നിന്നുള്ള ചൂട് ആഗിരണം ചെയ്യുകയും ഭൂമിയിൽ നിന്നുള്ള ചൂട് പുറത്തേക്ക് പോകുന്നത് തടയുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഭൂമിയിൽ നിന്നുള്ള ചൂടിനെ അബ്സോർബ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നുള്ള ചൂടിനെ പുറത്തേക്ക്, ടെറസ്ട്രിയൽ റേഡിയേഷനെ പുറത്തേക്ക് പോകുന്നത് തടയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഉപരിതലം അധികം ചൂടാകാതെയും അധികം തണുക്കാതെയും ഒരു പുതപ്പ് പോലെ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഈ ഒരു ജലബാഷ്പം, ഈ ഒരു വാട്ടർ വേപ്പർ ആക്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മൾ പൊടിപടലങ്ങൾ. അപ്പോൾ പൊടിപടലങ്ങളിലേക്കാണ് പോകുന്നത്. പൊടിപടലം മൂന്നാമത്തെ ഒരു ഫാക്ടറാണല്ലേ, അന്തരീക്ഷത്തിലെ മൂന്നാമത്തെ ഫാക്ടറാണ്. അന്തരീക്ഷത്തിലെ കടലുപ്പ്, ചാരം, പൂമ്പൊടി, ഉൽക്കാശകലങ്ങൾ, നേർത്ത മൺതരികൾ തുടങ്ങിയ ചെറിയ ഖരകണങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള പൊടിപടലങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് ഭൗമോപരിതലത്തോട് അടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ്. താപസംവഹനം, ചൂട് മൂലം വായു മുകളിലേക്ക് ഉയരുന്നത് കാരണം ഈ കണങ്ങൾ ഉയരങ്ങളിലേക്ക് ഉയരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അതായത് താപസംവഹനം മൂലം എന്ത് ചെയ്യുന്നുണ്ട്? ചൂട് വായു മുകളിലേക്ക് ഉയരുന്നത് കാരണം ഈ കണങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഉയർന്നു പോകുന്ന വായുവിനോടൊപ്പം ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഉയർന്ന് മുകളിലേക്ക് പോകുന്നുണ്ട്. ഉപോഷ്ണ മേഖലയും മിതോഷ്ണ മേഖലയും പ്രദേശങ്ങളിൽ വീശുന്ന വരണ്ട കാറ്റുകൾ കാരണം അവിടെയുള്ള അന്തരീക്ഷത്തിൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പൊടിപടലങ്ങൾ കാണപ്പെടുന്നു. ഈ പൊടികണങ്ങൾ അന്തരീക്ഷത്തിൽ ഖനീകരണ കേന്ദ്രങ്ങൾ, ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയ ആയിട്ട് പ്രവർത്തിക്കുന്നു. അതായത് ഈ ഒരു ന്യൂക്ലിയ, അതായത് ന്യൂക്ലിയ എന്ന് പറഞ്ഞാൽ
കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റർ അല്ലെ, സെന്റർ ആറ്റത്തിന്റെ കേന്ദ്രമായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഈ ഒരു ന്യൂക്ലിയയിലാണെങ്കിൽ ഇതൊരു കേന്ദ്രമായിട്ട് ആക്ട് ചെയ്ത് ഇതിന് ചുറ്റുമാണ് എന്ത് ചെയ്യുന്നത്, ഇവയുടെ ചുറ്റുമാണ് ജലബാഷ്പം എന്ത് ചെയ്യുന്നത്, വാട്ടർ വേപ്പർ ഘനീഭവിച്ച് മേഘങ്ങൾ രൂപീകരിക്കുന്നത്. അപ്പോൾ മേഘങ്ങൾ രൂപീകരിക്കുന്നതിനെയാണ് ഘനീകരണ കേന്ദ്രങ്ങൾ, ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ പൊടിപടലങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നതും ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. അന്തരീക്ഷത്തിന്റെ സ്ട്രക്ചറിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഇതുവരെ നമ്മൾ നോക്കിയത് ഇതിന്റെ ഫാക്ടേഴ്സ് ആണ്, അന്തരീക്ഷത്തിൽ ഏതെല്ലാം ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കിയത്. ഇനി നമ്മൾ പോകുന്നത് ഇതിന്റെ സ്ട്രക്ചറിലേക്കാണ് പോകുന്നത്. അറ്റ്മോസ്ഫിയർ, സ്ട്രക്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. വ്യത്യസ്ത സാന്ദ്രതയും താപനിലയുമുള്ള പാളികൾ ഉൾപ്പെടുന്നതാണ് അന്തരീക്ഷം. അന്തരീക്ഷം എന്ന് പറയുന്നത് ഓരോ ലെയർ ആയിട്ടാണ്. ഇതിൻ്റെ ആ ഒരു പെക്യുലാരിറ്റി എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള ഡെൻസിറ്റിയും വ്യത്യസ്തമായിട്ടുള്ള ടെമ്പറേച്ചറും താപനിലയിലും ആയിരിക്കും എന്താണ് ഈ ഒരു അന്തരീക്ഷം കാണപ്പെടുന്നത്. അതൊരു ലെയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഊഷ്മാവിൻ്റെ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികൾ, എത്ര പാളികളാ, 5 വ്യത്യസ്ത പാളികളായിട്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ, ദ ബേസിസ്, എന്ത് ബേസിസിലാണെന്ന് ചോദിച്ചാൽ ഊഷ്മാവ്, ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ്, വ്യതിയാനത്തിൻ്റെ ആ ഒരു ഇതിൻ്റെ ഡിഫറൻസിനനുസരിച്ചിട്ടാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിനെ 5 ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയർ, മൂന്നാമത്തത് തേർഡ് വൺ എന്ന് പറയുന്നത് മീസോസ്ഫിയർ, നാലാമത്തത് ഫോർത്ത് വൺ അയണോസ്ഫിയർ ആൻഡ് ഫിഫ്ത്ത് വൺ എക്സോസ്ഫിയർ ആണ്. അങ്ങനെ 5 പാളികളാണ് നമുക്കുള്ളത്. എന്തിന്റെ ബേസിസിലാണ്, അവിടെയുള്ള ഊഷ്മാവിന്റെ ടെമ്പറേച്ചറിന്റെ വ്യതിയാനത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു 5 ലെയറിനെ അറ്റ്മോസ്ഫിയറിന്റെ സ്ട്രക്ചർ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇനി നോക്കാം, ഈ ഒരു പിക്ചറിൽ നോക്കിക്കേ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ, ഈ ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ട്രോപ്പോസ്ഫിയർ ആണ് നമ്മുടെ ആദ്യത്തെ ആൾ, ഏറ്റവും ഫസ്റ്റ് വൺ ആണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട, അതായത് സ്വാഭാവികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ മഴയാണെങ്കിലും കാറ്റാണെങ്കിലും എല്ലാം വരുന്നത് എവിടെയാണ്, ഈ ട്രോപ്പോസ്ഫിയറിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഭൗമോപരിതലത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പാളി ചോദിച്ചു കഴിഞ്ഞാലും അത് ട്രോപ്പോസ്ഫിയർ തന്നെയാണ്. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ്. ഇനി ഈ ട്രോപ്പോസ്ഫിയറിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമുക്ക് ഈ ഒരു സൺറൈസ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇത് എന്ത് ചെയ്യും, വായു വികസിച്ച്, ചൂട് കൂടുമ്പോൾ വായു വികസിച്ച് മുകളിലോട്ട് പോകാനായിട്ടുള്ളൊരു ഇതുണ്ട്, ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഇക്വേറ്റർ റീജിയനിൽ, ഭൂമധ്യരേഖ പ്രദേശത്ത് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടുതലാണ് അല്ലേ. ഈ ഒരു ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അവിടുത്തെ വായു വികസിച്ച് മുകളിലോട്ട് പോകും. പക്ഷെ നമുക്ക് പോളാർ റീജിയനിൽ അങ്ങനെ ഒരു അത്തരത്തിലുള്ള ഒരു മുകളിലോട്ട് പോകുന്ന ഒരു, അതായത് വായു വികസിച്ച് മുകളിലോട്ട് പോകുന്ന ഒരു പ്രക്രിയ അത്രത്തോളം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ പരമാവധി ഹൈറ്റിൽ നമുക്ക് ഡിഫറൻസ് വരുന്നുണ്ട്, ഇതിൻ്റെ ഹൈറ്റിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി 13, അതായത് ആവറേജ് നമുക്കൊരു 13 കിലോമീറ്റർ എടുക്കാം. പക്ഷേ ധ്രുവപ്രദേശത്താണെങ്കിൽ 8 കിലോമീറ്റർ. ഭൂമധ്യയിൽ ഞാൻ പറഞ്ഞു എന്താ ചെയ്യുന്നത്, വികസിച്ച് മുകളിലോട്ട് പോകുന്നതോറും ഹൈറ്റിൽ കൂടുകയാണ് ചെയ്യുന്നത്, 18 കിലോ. അപ്പം 8ഉം 18ഉം ഇതിനിടയിലായിട്ടൊരു ആവറേജ് നമുക്ക് ടോട്ടൽ നമുക്കൊരു 13 കിലോമീറ്റർ എന്ന് ഇതിൻ്റെ ഭൗമോപരിതലത്തിൽ നിന്ന് ഇതിൻ്റെ ഉയരം എത്രയെന്ന് പറയാൻ പറ്റും, 13. ഇതൊരു ശരാശരി നമുക്ക് പറയാൻ പറ്റും. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണ് ഉള്ളത്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷത്തിന്റെ എല്ലാ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ സർഫസിലുള്ള, അതായത് നമ്മുടെ എർത്തിന്റെ സർഫസിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള ഈ പാളിയിലാണ്, ട്രോപ്പോസ്ഫിയറിലാണ് സംഭവിക്കുന്നത്. ട്രോപ്പോസ്ഫിയറിന്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും ഓരോ 165 മീറ്റർ, എത്ര മീറ്റർ, 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു എന്നതാണ്. അതായത് ഓരോ 165 മീറ്റർ കഴിയുമ്പോഴും അന്തരീക്ഷത്തിന്റെ ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസ് കുറയും, 1 ഡിഗ്രി സെൽഷ്യസ് കുറയും. ഈ ഒരു ഡിഗ്രി സെൽഷ്യസ് കുറയുന്നതിനെയാണ് ക്രമമായ താപനഷ്ട നിരക്ക്, നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. ക്രമമായിട്ടാണ് കുറയുന്നത്, ഓരോ 165 മീറ്ററിലുമാണ് 1 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നത്. അതുകൊണ്ടാണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് ഇതിനെ വിളിക്കുന്നത്. നോക്കി വെച്ചിരിക്കുക, എക്സാമുകൾക്ക് ചോദിക്കുന്നതാണ്. ഭൂമിയിലെ എല്ലാ തരത്തിലുമുള്ള ജൈവ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ അന്തരീക്ഷ പാളിയിലാണ്. അപ്പം എല്ലാ അന്തരീക്ഷ പ്രതിഭാസങ്ങളായാലും എല്ലാ ജൈവ പ്രതിഭാസങ്ങളായാലും നടക്കുന്നത് ഈ അന്തരീക്ഷ പാളി, ട്രോപ്പോസ്ഫിയറിൽ, ഏറ്റവും താഴത്തെ സ്ഫിയറിൽ, അതായത് ട്രോപ്പോസ്ഫിയറിലാണ് നടക്കുന്നത്, താഴത്തെ ലെയറിലാണ്. ഇനി ഇത് ട്രോപ്പോസ്ഫിയറും അടുത്ത ലെയറായിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയറും ഇവർ തമ്മിൽ വേർതിരിക്കുന്ന ഒരു മേഖല, അതിനെ ആ ഒരു വേർതിരിക്കുന്ന സംക്രമ മേഖലയാണ് നമ്മൾ ട്രോപ്പോ പാസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കത് പറയാൻ എളുപ്പമാണ്. ആദ്യം ഏത് ലെയർ ആണോ പറയുന്നത് അതിൻ്റെ കൂടെ ഒരു പാസ് അങ്ങ് ചേർത്ത് വെച്ചാൽ മതി. പോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ എന്താണ്, സ്റ്റാറ്റിക് ആയിട്ട് കുറച്ച് ഏരിയ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതായത് ഇവർ രണ്ടും തമ്മിൽ
തമ്മിലും, അതായത് ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും തമ്മിൽ അങ്ങനെ വേർതിരിഞ്ഞു പോകുന്ന ഒരു ബൗണ്ടറി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് വേർതിരിക്കുന്ന സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ്. ഭൂമധ്യരേഖാ പ്രദേശത്തിന് മുകളിൽ ട്രോപ്പോപാസിലെ ഏകദേശ താപനില -80 ഡിഗ്രിയും അതുപോലെ ധ്രുവ പ്രദേശത്ത് -40 അതായത് ട്രോപ്പോപാസിൽ ഇക്വേറ്ററിലാണെങ്കിൽ -80 ധ്രുവ പ്രദേശത്തിലാണെങ്കിൽ -45 കാണപ്പെടുന്നത്. ട്രോപ്പോപാസിലെ താപനില ഏകദേശം സ്ഥിരമാണ്, അതായത് ഏകദേശം ഒരു പെർമനന്റ് ആയിട്ട് പോകുകയാണ്, ഒരു പാസ്സായി നിൽക്കുക. ഇപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ പോസ് ചെയ്യാന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഒരു ചെറിയ രീതിയിൽ പോസായി നിൽക്കുന്ന ആ ഒരു ഏരിയ, ഒരു ട്രോപ്പോപാസിന്റെ ആ ടെമ്പറേച്ചർ പോസായി നിൽക്കുന്നു എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതാണ് ട്രോപ്പോപാസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പിക്ചർ നോക്കിക്കേ. ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും തമ്മിൽ വേർതിരിക്കുന്ന ട്രോപ്പോപാസ്, സ്ട്രാറ്റോസ്ഫിയറും മീസോസ്ഫിയറും തമ്മിൽ വേർതിരിക്കുന്ന സ്ട്രാറ്റോപാസ്, മീസോസ്ഫിയറും തെർമോസ്ഫിയറും. അപ്പൊ ആദ്യത്തെ ലെയറിന്റെ കൂടെ പോസ് ചേർത്താൽ മതി, മീസോപാസ്. ഇതാണ് നമുക്ക് ആ ഒരു പാസുകൾ, അതായത് ആ ഒരു ബൗണ്ടറികൾ നമുക്ക് നോക്കാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ ഹൈറ്റ് നോക്കിക്കേ. 0 തൊട്ട് 10 വരെയാണ് ഇത് വരുന്നത്. 10 തൊട്ട് 15 വരെയാണ് ഏത് വരുന്നത്, സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഇത് വരുന്നത്. 50 തൊട്ട് 80, 50 to 80 കിലോമീറ്റർ ആണ് ഏത് വരുന്നത്, മീസോസ്ഫിയർ വരുന്നത്. പിന്നെ 80 തൊട്ട് അങ്ങോട്ടേക്കാണ് നമ്മുടെ തെർമോസ്ഫിയറിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെ ഹൈറ്റ് നമുക്ക് നോക്കാം. അടുത്ത ലെയർ എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയർ, സെക്കൻഡ് സ്ഫിയർ ആണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഈ പാളി ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി 50 കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാളിയായിട്ടുള്ള ഓസോൺ പാളി, ഓസോൺ ലെയർ, അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, സ്ട്രാറ്റോസ്ഫിയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യനിൽ നിന്നും പ്രസരിക്കുന്ന ഏറ്റവും അപകടകാരിയായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ രക്ഷാകവചമായി വർദ്ധിക്കുകയാണ് ഓസോൺ പാളി. അപ്പോൾ ഓസോൺ ലെയർ എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടന്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ലെയർ ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആ ഓസോൺ ലെയർ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മനുഷ്യനായാലും ഇവിടെയുള്ള ജീവിവർഗങ്ങൾക്ക് അപകടകരമായിട്ടുള്ള സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ്, ഒരു രക്ഷാകവചമായിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഇത് സ്ട്രാറ്റോസ്ഫിയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോഴും ചോദിക്കുന്നതാണ് സെപ്റ്റംബർ 16, അല്ലെ ഓസോൺ ദിനം എന്നാണ് എന്നുള്ളത്. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിച്ചു. അത് നമുക്കറിയാം, ആചരിച്ചു വരുന്നതാണ്. ഓസോൺ സംരക്ഷണത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ഒരു ദിനം. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓസോൺ ഡേ ആചരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആൾക്കാരിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുക. ഓസോൺ എന്ന് പറയുന്ന ലെയർ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അതിന് ശോഷണം വരുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗമൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ഡേ ആചരിക്കുന്നത്. ഇനി മീസോസ്ഫിയർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ലെയർ, അതായത് സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ 80 കിലോമീറ്റർ ഉയരെ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ഉയരം കൂടുന്തോറും ഈ പാളിയിലെ താപനില കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ഉയരം കൂടുന്തോറും ഈ പാളിയിലെ താപനില നമുക്ക് കുറഞ്ഞു വരും. അപ്പോൾ ഈ ഓരോ ലെയറിലെയും ടെമ്പറേച്ചർ, അത് നമുക്ക് ലാസ്റ്റ് പറഞ്ഞു തരാം. ഓരോ ലെയറിലെയും ടെമ്പറേച്ചറും എക്സാമിന് ചോദിക്കുന്നുണ്ട്, നമുക്കിപ്പോൾ നോക്കാം. ഇനി ഭൗമോപരിതലത്തിൽ 80 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴേക്കും താപനില -100 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴുന്നുണ്ട്. ഇനി മീസോസ്ഫിയറിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് മീസോപാസ് എന്ന് പറയുന്നത്, അല്ലേ? അത് നമ്മൾ പറഞ്ഞു, ആ ഒരു ബൗണ്ടറി ലൈനാണ് മീസോപാസ് എന്ന് പറയുന്നത്. മീസോസ്ഫിയറിന് മുകളിൽ 80 കിലോമീറ്ററും 400 കിലോമീറ്ററിന് ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. എത്രയാണ്? 80 കിലോമീറ്ററിനും 400 കിലോമീറ്ററിനും ഇടയിലുള്ള ആളാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിന് അയണോസ്ഫിയർ എന്ന് പറയുന്നത്? വൈദ്യുത ചാർജുള്ള അയോൺ കണികളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഈ പാളിനെ നമ്മൾ അയണോസ്ഫിയർ എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്ന ഈ പാളിയാണ്. അപ്പോൾ ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്ന ഒരു സ്വഭാവമാണ് എവിടെയുള്ളത്? ഈ അയണോസ്ഫിയറിനുള്ളത്. അതായത് അയോൺസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായാലും ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു പാളിയിൽ എന്ന് പറയുന്നത് ഉയരം കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? താപനില കൂടി വരുന്നുണ്ട്. ഇനി എന്താണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്? എക്സോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ എന്ന് വെച്ചാൽ. എക്സോ എന്ന് പറയുന്നത് നമുക്കറിയാം, എക്സോ എൻഡോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് എന്നുള്ള ഏറ്റവും മുകളിലത്തതും അതുപോലെ പുറത്തുള്ള ഒരു പാളി എന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ഈ പാളിയിലെ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ നേർത്തു വരികയും ബഹിരാകാശത്തിൽ ലയിക്കുകയും ചെയ്യുന്നുണ്ട്. 400 കിലോമീറ്റർ മുകളിൽ
സ്ഥിതി ചെയ്യുന്ന ഈ പാളി ബഹിരാകാശത്തോട് ചേർന്ന് കിടക്കുന്ന, അതായത് നമുക്ക് സ്പേസിനോട് ചേർന്ന് കിടക്കുന്ന, ബഹിരാകാശത്തിനോട് ചേർന്ന് കിടക്കുന്ന പാളി ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സോസ്ഫിയർ ആണ്. അതുപോലെ തന്നെ ഈ എക്സോസ്ഫിയറിനെ കുറിച്ച് അധികം പഠനങ്ങളിലൊന്നും അധികം കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ്. അധികം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല എക്സോസ്ഫിയറിനെ പറ്റി. ഓക്കെ, ഇനി നമുക്ക് അന്തരീക്ഷത്തിലെ ജലത്തിലേക്കും നോക്കാം. ഇപ്പം നമ്മൾ അന്തരീക്ഷത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് നോക്കി, അല്ലെ ഫാക്ടേഴ്സ് നോക്കി, അതിൻ്റെ സ്ട്രക്ചർ നോക്കി. ഇനി നമുക്ക് അതിൻ്റെ ജലത്തിലേക്ക് പോകാം. അതിന് മുന്നേ ഞാൻ പറഞ്ഞു തരട്ടെ, ഈ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ട്രോപ്പോസ്ഫിയറിലാണെങ്കിൽ ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ കുറയുന്നുണ്ട്, അടുത്തതിൽ പോകുന്നതോറും കൂടുന്നുണ്ട്. അതായത് സ്ട്രാറ്റോസ്ഫിയറിൽ കൂടുന്നുണ്ട്, ഹൈറ്റ് കൂടുന്തോറും അടുത്ത മീസോസ്ഫിയറിൽ കുറയുന്നു എന്ന് ഞാൻ പറഞ്ഞു. അടുത്ത തെർമോസ്ഫിയറൊക്കെ എത്തുമ്പോൾ അത് കൂടുന്നുണ്ട്. അപ്പോൾ ഒരു W എന്നൊരു അക്ഷരം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹൈറ്റിനനുസരിച്ചുള്ള ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അന്തരീക്ഷത്തിലെ ജലം എന്ന് പറയുന്നത് അന്തരീക്ഷ വ്യാപ്തത്തിൻ്റെ 0 മുതൽ 4% വരെയാണ് എന്തുള്ളത്, ജലബാഷ്പം ഉള്ളത്. അന്തരീക്ഷ ജലം 3 അവസ്ഥകളിലാണ് ഉള്ളത്. അപ്പൊ ജലം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. ഈ 3 സ്റ്റേറ്റിലും എന്ത് കാണപ്പെടുന്നുണ്ട്, ഈ അന്തരീക്ഷത്തിന്റെ ജലവും കാണപ്പെടുന്നുണ്ട്. അന്തരീക്ഷത്തിൽ ഈർപ്പം ചേർക്കപ്പെടുന്നത് ബാഷ്പീകരണം മൂലവും സസ്യലതാദികളിൽ നിന്നുള്ള സ്വേദനം മൂലം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിൽ ഈ ഒരു ഈർപ്പം കിട്ടുന്നത്, അന്തരീക്ഷത്തിൽ ഈർപ്പം കിട്ടുന്നത് എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാഷ്പീകരണത്തിലൂടെയും അതുപോലെ നമ്മുടെ സസ്യങ്ങളിൽ നിന്നുള്ള സ്വേദനം മൂലവുമാണ്. ബാഷ്പീകരണം, സ്വേദനം, ഘനീഭവിക്കൽ, വർഷണം തുടങ്ങിയ പ്രക്രിയയിലൂടെ അന്തരീക്ഷവും വൻകരകളും സമുദ്രങ്ങളും തമ്മിൽ തുടർച്ചയായ ജലകൈമാറ്റം സംഭവിക്കുന്നുണ്ട്. ഇനി എന്താണ് ഇതിൽ ആർദ്രത, ഹ്യൂമിഡിറ്റി എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ആർദ്രത കൂടുതലാണ്, അന്തരീക്ഷത്തിൽ ആർദ്രത കൂടുതൽ നമ്മൾ പല സ്ഥലത്ത് കേട്ടു. ഈ ആർദ്രത തന്നെ നമുക്ക് പല രീതിയിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി, അതായത് കേവല ആർദ്രത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്താണ് ഹ്യൂമിഡിറ്റി എന്നുള്ളത് ആദ്യം നമുക്ക് പഠിക്കാം. അന്തരീക്ഷ വായുവിലെ ജലബാഷ്പത്തിന്റെ സാന്നിധ്യത്തെയാണ്. അപ്പൊ നമ്മുടെ അറ്റ്മോസ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ജലബാഷ്പം, വാട്ടർ വേപ്പർ ഉണ്ടോ, അതിന്റെ ഒരു സാന്നിധ്യത്തിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്, ആർദ്രത എന്ന് പറയുന്നത്. വിവിധ തരത്തിൽ ആർദ്രതയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അളന്ന് തിട്ടപ്പെടുത്തുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കേവല ആർദ്രത, ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. എന്താണ് ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി? നിശ്ചിത വ്യാപ്തം അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള അന്തരീക്ഷ ജലത്തിന്റെ യഥാർത്ഥ അളവിനെയാണ് കേവല ആർദ്രത എന്ന് പറയുന്നത്. അതായത് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു വോളിയം എടുത്തു കഴിഞ്ഞാൽ ആ അന്തരീക്ഷത്തിന്റെ വായുവിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു മാക്സിമം എന്താണ്, ആ ഒരു അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള അന്തരീക്ഷ ജലത്തിന്റെ അളവിനെയാണ് കേവല ആർദ്രത, അതായത് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഇത് ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ അടങ്ങിയിട്ടുള്ള ജലബാഷ്പത്തിന്റെ ഭാരമാണ്. ആ ഒരു നിശ്ചിത വോളിയം ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ അടങ്ങിയിട്ടുള്ള വാട്ടർ വേപ്പറിന്റെ അളവാണ് ഏതെന്ന് പറയുന്നത്, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഒരു ഘനമീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം ഉണ്ട് എന്ന തോതിലാണ് ഇത് കണക്കാക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഘനമീറ്റർ വായു, ഒരു ഘനമീറ്റർ ഗ്യാസ് എടുത്താൽ അതിൽ എത്ര ഗ്രാം ജലബാഷ്പം, എത്ര ഗ്രാം വാട്ടർ വേപ്പർ ഉണ്ടെന്നതാണ് അങ്ങനെയാണ് ഇതിനെ കണക്കാക്കുന്നത്. വായുവിന് ജലബാഷ്പം വഹിക്കാനുള്ള കഴിവ് പൂർണ്ണമായും വായുവിന്റെ ഊഷ്മാവിനെ ആശ്രയിച്ചിട്ടായിരിക്കും ഇരിക്കുക. ഭൗമോപരിതലത്തിൽ കേവല ആർദ്രതയുടെ അളവ് സ്ഥാനീയമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഭൗമോപരിതലത്തിലും ഇതിന്റെ ടെമ്പറേച്ചർ വ്യത്യാസം, ഊഷ്മാവ് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ഹ്യൂമിഡിറ്റിക്കും വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാനീയമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. നമ്മുടെ കേവല ആർദ്രത. ഇനി നമുക്ക് നോക്കാനുള്ളത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ്. റിലേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആപേക്ഷികമായിട്ട്, അല്ലെ, നമ്മൾ എന്തോ ഒന്നിനോട് റിലേഷൻ കാണിക്കുന്നത് പോലെയാണ്. അപ്പൊ എന്താണ് ആപേക്ഷിക ആർദ്രത എന്നുള്ളത് നോക്കാം. ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ജലബാഷ്പത്തിന് ഒരു പരിധിയുണ്ട്, അല്ലെ, അതിന് എത്രത്തോളം എന്നുള്ള ഒരു പരിധിയുണ്ട്. ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത ഊഷ്മാവിൽ, അതായത് നിശ്ചിത സമയം, ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു പീരീഡ്, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ, നിശ്ചിതമായിട്ടുള്ള ഒരു ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള ജലത്തിന്റെ യഥാർത്ഥ അളവും ആ നിർണായക ഊഷ്മാവിൽ വായുവിന് ആകെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലാംശവും തമ്മിലുള്ള അനുപാതത്തെയാണ് ആപേക്ഷിക ആർദ്രത. ഞാൻ പറഞ്ഞില്ല, ഒരു റിലേഷൻ ആണ് കാണിക്കുന്നത്, ഒരു ആപേക്ഷികമായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത ഊഷ്മാവ്, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ആ അന്തരീക്ഷത്തിൽ, ഇപ്പൊ ഈ അന്തരീക്ഷം, ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ അന്തരീക്ഷമാണെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ, ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇതിൽ അടങ്ങിയിട്ടുള്ള യഥാർത്ഥ അളവ്, ഈ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള യഥാർത്ഥ ജലത്തിന്റെ അളവും അതുപോലെ തന്നെ ആ നിർണായക ഊഷ്മാവിൽ വായുവിന് ആകെ എത്രത്തോളം ഉൾക്കൊള്ളാൻ അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇവ തമ്മിലുള്ള ഒരു അനുപാതത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് കണക്കാക്കുന്നത്, ശതമാനത്തിലാണ്. അപ്പൊ ഇൻറ്റു 100 ഇട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇത് ഈ ഒരു റിലേഷനെ 100 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആപേക്ഷിക ആർദ്രത. കേവല ആർദ്രത ഡിവൈഡഡ് ബൈ അന്തരീക്ഷത്തിന്റെ ആകെ ജലാകിരണ ശേഷി ഇൻറ്റു 100, അതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, ആപേക്ഷിക ആർദ്രത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ ഊഷ്മാവിന്റെ
ടെമ്പറേച്ചറിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസൃതമായി ഈർപ്പത്തിന്റെ അളവിലും വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ചിട്ട് ഈ ഒരു ഈർപ്പത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് ആപേക്ഷിക ആർദ്രതയും ബാധിക്കും അല്ലെ. അപ്പൊ എന്തായാലും അത് ആപേക്ഷിക ആർദ്രതയും ബാധിക്കും. ഇനി ആപേക്ഷിക ആർദ്രത സമുദ്രത്തിന്റെ മുകളിൽ കൂടുതലായിരിക്കും, വൻകരകളുടെ മുകളിൽ കുറവായിരിക്കും. സമുദ്രത്തിൽ ജലം ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, സമുദ്രത്തിന്റെ മുകളിൽ അത് ഏറ്റവും കൂടുതലായിരിക്കും. അപ്പൊ ഈ ആപേക്ഷിക ആർദ്രത ഏറ്റവും കൂടുതൽ വരുന്നത് സമുദ്രത്തിന്റെ മുകളിലാണെന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി ഹൈഗ്രോമീറ്ററും വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററും എന്താണെന്ന് നോക്കാം. അന്തരീക്ഷ ആർദ്രത അളക്കുന്നത് പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഏതാണ്? അത് ഹൈഗ്രോ എന്ന് പറയുമ്പോഴേക്ക് നമുക്കൊരു ജലത്തിന്റെ അല്ലെ, ഹൈഗ്രോസ്കോപ്പിക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ജലത്തിന്റെ ഒരു ഇത് കിട്ടും. അപ്പൊ ഹൈഗ്രോമീറ്റർ ആണ് അന്തരീക്ഷത്തിന്റെ ആർദ്രത അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററിൽ രേഖപ്പെടുത്തുന്ന താപവ്യത്യാസം ഉപയോഗപ്പെടുത്തിയും ആപേക്ഷിക ആർദ്രത കണക്കാക്കുക. അതായത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ് നമ്മൾ ഏതിൽ നോക്കുന്നത്, വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററിൽ നോക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് സാച്ചുറേഷൻ ലെവൽ, പൂരിത അവസ്ഥ എന്ന് പറയുന്നത്? സാച്ചുറേറ്റഡ് ആവുക എന്ന് പറയത്തില്ല, നമ്മൾ എപ്പോഴും പറയും ഞാൻ വളരെ സാച്ചുറേറ്റഡ് ആയിട്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷം പൂർണ്ണമായും ജലപൂരിതമാണ്. നമുക്ക് സാച്ചുറേറ്റഡ് ആകുക ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ പറയാറുണ്ട്, അയ്യോ എൻ്റെ ബ്രെയിൻ വളരെ സാച്ചുറേറ്റഡ്, അതായത് ഫുൾ കപ്പാസിറ്റിയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളൊരു അവസ്ഥയാണ് ആ പറയുന്നത്. അപ്പോൾ അന്തരീക്ഷം പൂർണ്ണമായി ജലപൂരിതമാകുന്ന അവസ്ഥയാണ്, ആ ഒരു ലെവലിനെയാണ് സാച്ചുറേഷൻ ലെവൽ എന്ന് പറയുന്നത്, പൂരിതാവസ്ഥ. എങ്കിൽ എന്താണ് സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത്? അന്തരീക്ഷം ജലപൂരിതമാകുന്ന ആ നിർണായക ഊഷ്മാവ്, ടെമ്പറേച്ചറിനെയാണ് പൂരിതാംഗം, സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സാച്ചുറേറ്റഡ് എയർ? അതായത് ഒരു നിശ്ചിത ഊഷ്മാവിൽ പരമാവധി ഈർപ്പം ഉൾക്കൊണ്ടിരിക്കുന്ന വായു അല്ലെ, ഒരു നിശ്ചിത ഊഷ്മാവിൽ പരമാവധി ഈർപ്പം ഉൾക്കൊണ്ടിരിക്കുന്ന വായു, അതാണ് സാച്ചുറേറ്റഡ് എയർ എന്ന് പറയുന്നത്. നിശ്ചിത ഊഷ്മാവിൽ പൂരിതമായ വായുവിൽ ഈർപ്പം അധികമായി കൂട്ടിച്ചേർക്കുക സാധ്യമല്ല. അതായത് നിശ്ചിത ഊഷ്മാവിൽ പൂരിതമായിട്ടാണ് ഇരിക്കുന്നത്, സാച്ചുറേറ്റഡ് ആണെങ്കിൽ നമുക്ക് അധികം അതിനെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അന്തരീക്ഷം ജലപൂരിതമാകുന്നതോടെ ഘനീകരണം ആരംഭിക്കുന്നുണ്ട്. അപ്പൊ അന്തരീക്ഷം ജലപൂരിതമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഘനീകരണം. അപ്പൊ എന്താണ് ഘനീകരണം, എന്താണ് ഇവാപൊറേഷൻ ആൻഡ് കണ്ടൻസേഷൻ? അതായത് ബാഷ്പീകരണവും ഘനീകരണം. എന്താണ് കണ്ടൻസേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ദ്രാവക അവസ്ഥയിലുള്ള ജലം വാതക അവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. അപ്പൊ നമ്മളൊരു ജലം അല്ലെ, നമ്മളിപ്പോൾ അടുക്കളയിലൊക്കെ നമ്മൾ എന്താണ് വെള്ളം തിളപ്പിക്കുമ്പോൾ ജലം എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിൽക്കുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഇത് പിന്നെ ചൂടാവുമ്പോൾ നമുക്കറിയാലോ വായു പോകുന്നത്, അതിൽ സ്റ്റീം പോകുന്നത് കാണാം. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഗ്യാസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ദ്രാവക അവസ്ഥയിലുള്ള ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടർ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇവാപൊറേഷൻ എന്ന് പറയുന്നത്, ബാഷ്പീകരണം എന്ന് പറയുന്നത്. എന്നാൽ ബാഷ്പീകരണത്തിന്റെ പ്രധാന കാരണം എന്താണ്? താപം. ചൂടാക്കുമ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ താപമാണ് ഇതിന്റെ പ്രധാന കാരണം. ജലം നീരാവിയായി മാറാൻ തുടങ്ങുന്ന ഊഷ്മാവിനെ ബാഷ്പീകരണ ലീനതാപം. എപ്പോഴാ ആ ഒരു ജലം നീരാവിയായിട്ട് മാറാൻ തുടങ്ങുന്നത്, ആ ഒരു ടെമ്പറേച്ചറിനെ എന്തെന്ന് പറയും, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയും. ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ വായുവിന്റെ ഈർപ്പം ആഗിരണം ചെയ്യുവാനും നിലനിർത്താനുള്ള കഴിവ് എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട്. ഇനി അന്തരീക്ഷ വായുവിൽ നിലവിൽ ഈർപ്പത്തിന്റെ അളവ് കുറവാണെങ്കിൽ കൂടുതൽ ഈർപ്പം ആഗിരണം ചെയ്യുവാനും നിലനിർത്താനും കഴിയും. വായുവിന്റെ ചലനഫലമായി പൂരിത വായുവിന്റെ സ്ഥാനത്ത് അപൂരിതമായി, ഇപ്പൊ വായു ചലിക്കുന്നത് കൊണ്ട് തന്നെ പൂരിതമായിരിക്കുന്നതിന്റെ സ്ഥാനം എന്ത് ചെയ്യും, ഡിസ്പ്ലേസ് ചെയ്ത് പോലെ മാറി പോകും. ഇതിനാൽ വായുവിന്റെ ചലനം കൂടുന്നതിനനുസരിച്ച് ബാഷ്പീകരണ തോതും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. നീരാവി ജലമായി മാറുന്ന പ്രക്രിയനെയാണ് എന്തെന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് ഇവാപൊറേഷൻ ആണെങ്കിൽ, ഈ തിരിച്ചുള്ള പ്രക്രിയ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡിലേക്ക് പോകുന്നത് ാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഘനീഭവിക്കലിന് കാരണം താപനഷ്ടമാണ്. താപത്തിനെ ആഗിരണം ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരുന്ന ആള് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ പോവാണ്. ഈ താപത്തിനെ റിലീസ് ചെയ്യുമ്പോൾ ആള് തിരിച്ചു വരുവാണ് ചെയ്യുന്നത്. അതാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ താപനഷ്ടം കൊണ്ടാണ് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ ഇരുന്ന ആള് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അത് കണ്ടൻസേഷൻ ആണ്. ചില സന്ദർഭങ്ങളിൽ ജലം ബാഷ്പം നേരിട്ട് ഖരാവസ്ഥയിലേക്ക് മാറാം. ഇതിനെ സബ്ലിമേഷൻ എന്ന് പറയും. അതായത് ചില സന്ദർഭങ്ങളിൽ ജലബാഷ്പം എന്ത് ചെയ്യുന്നുണ്ട്, നേരിട്ട് ഖരാവസ്ഥയിലേക്കാണ് പോകുന്നത്. നേരിട്ട്, അതായത് ജലബാഷ്പം ഈ ഒരു ഇടയ്ക്കുള്ള ഒരു സ്റ്റേജ് പോകാതെ കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നേരിട്ട് എന്തിലേക്ക് പോകും, സോളിഡ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പൊ അതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലുള്ള പൊടികണങ്ങൾ, പുക, പിന്നെ എന്താണ് കടലിൽ നിന്നുള്ള ഉപ്പ് കണങ്ങൾ എന്നിവ ജലബാഷ്പത്തെ ആഗിരണം ചെയ്യുകയും ഇതിനു ചുറ്റും ഖനീഭവിക്കൽ നടക്കുകയും ചെയ്യുന്നു. ഖനീഭവിക്കലിന് കാരണമാകുന്ന ഇത്തരം വളരെ ചെറിയ പദാർത്ഥങ്ങളെയാണ് അതിസൂക്ഷ്മ ഖനീകരണ മർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയർ പറഞ്ഞു, ഇത് ഹൈഗ്രോസ്കോപ്പിക് കണ്ടൻസേഷൻ ന്യൂക്ലിയർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് അതിസൂക്ഷ്മമായിട്ടുള്ള ഖനീകരണ ന്യൂക്ലിയർ, അതായത് മേഘങ്ങൾ രൂപീകരിക്കാൻ കാരണമാകുന്ന ഒരു കേന്ദ്രമാകുന്നുണ്ട്. അതാണ് അതിസൂക്ഷ്മ ഖനീകരണ മർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈർപ്പം നിറഞ്ഞ വായു തണുത്ത വസ്തുക്കളുമായി
വായുവുമായി സമ്പർക്കത്തിലാകുമ്പോൾ ഘനീഭവിക്കൽ നടക്കാം. വായുവിന്റെ താപനില തുഷാരാങ്കത്തിന് ഡ്യൂ പോയിന്റിന് സമീപം എത്തുമ്പോൾ ഘനീഭവിക്കൽ ആരംഭിക്കുന്നത്. ഏത് സമയത്താണോ ആ ഒരു വായുവിന്റെ താപനില ഡ്യൂ പോയിന്റിൽ എത്തുന്നത് അപ്പോഴാണ് തുടങ്ങുന്നത് ഘനീഭവിക്കൽ ആരംഭിക്കുന്നത്. ഘനീഭവിക്കലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? വായുവിന്റെ താപനില, അതുപോലെ തന്നെ മർദ്ദം, പ്രഷർ, ആർദ്രത, പിന്നെ എന്താണ്? വായുവിന്റെ വ്യാപ്തം, വായുവിന്റെ വോളിയം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഘനീഭവിക്കലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്, സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സാണ്. ഇനി ഘനീഭവിക്കൽ സംഭവിക്കുന്നത് വായുവിന്റെ വ്യാപ്തം മാറാതെ താപനില കുറയുമ്പോൾ, അതിന്റെ വോളിയം മാറാതെ താപനിലയിലുള്ള വ്യത്യാസം വരുമ്പോഴും വായുവിന്റെ വ്യാപ്തവും താപനിലയും കുറയുമ്പോൾ വായുവിൽ കൂടുതൽ ജലബാഷ്പം ചേർക്കുമ്പോഴൊക്കെയാണ് എന്ത് സംഭവിക്കുന്നത്? ഘനീഭവിക്കൽ സംഭവിക്കുന്നത്. വായുവിന്റെ താപനില കുറയുന്നതാണ് ഘനീഭവിക്കലിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സാഹചര്യം. ഘനീഭവിച്ച ജലബാഷ്പം അല്ലെങ്കിൽ ഈർപ്പം വിവിധ രൂപങ്ങളിലായിട്ട് മാറുന്നത്. അപ്പൊ ഘനീഭവിച്ച ഈ കണ്ടൻസേഷൻ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം പല രീതിയിലേക്ക് മാറും. അതിന് ഒന്നാണ് മഞ്ഞുതുള്ളി, ഹിമം, മൂടൽ മഞ്ഞ്, മേഘങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത് പല രീതിയിലേക്കാണ് ഇത് മാറുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ നോക്കാനുള്ളത്. അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അറ്റ്മോസ്ഫിയറിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസും സ്ട്രക്ചറും ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയത്, അന്തരീക്ഷത്തിലെ ജലമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്ലാസ്സിന് എടുക്കാനായിട്ട് ഞാൻ റെഫർ ചെയ്തിരിക്കുന്നത് SCERT 7ാം ക്ലാസ്സിൻ്റെ 5ാമത്തെ ചാപ്റ്ററും പുതിയ SCERT 10ാം ക്ലാസ്സിൻ്റെ 1ാമത്തെ ചാപ്റ്ററും പിന്നെ +1 11ാം ക്ലാസ്സിൻ്റെ 8ാമത്തെ ചാപ്റ്ററുമാണ് ഈ ഒരു ക്ലാസ് എടുക്കാനായിട്ട് റെഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് വായിച്ച് നോക്കുക. ഇതിൻ്റെ ഒരു അടുത്തൊരു ഭാഗവുമായിട്ട് അടുത്തൊരു എപ്പിസോഡിലേക്ക് കാണാം. നന്ദി.